നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഓവർനൈറ്റ് നമുക്കെല്ലാം നല്ല ന്യൂസാണ്. എല്ലാവരും വിചാരിക്കും ആദ്യം സ്വർണ്ണമാണ് ആ സ്ഥലത്തിലിരിക്കുന്നു എന്ന്. 9,800 താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ. ഇനി ഒരു 2% ചേർത്താലേ 10,000 താണ്ടും. അതുപോലെ തന്നെ 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 10,640 അടുത്താണ് ഇരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് വിഷമിക്കേണ്ടത് 11,000 കുറിച്ചാണ്. എത്രയും ദിവസത്തിൽ അത് 11,000 പോകും എന്നാണ് നോക്കേണ്ടത്. ബട്ട് അതുമാത്രം നല്ല ന്യൂസ് അല്ല. ഒരു വലിയ ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ട്. ഗൂഗിളിനെ കുറിച്ച് ആൽഫബറ്റ് ഇന്നലെ 8% ഹാഫ് ട്രേഡിംഗ് അവേഴ്സ് കയറിയിരിക്കുന്നു. ഒരേ ഖുഷിയാണ്. ട്രേഡറിനും ട്രേഡറിൻ്റെ ഫോളോവേഴ്സിനും വളരെ ഖുഷിയാണ്. നിങ്ങൾ ട്രേഡറിനെ കോൺടാക്ട് ചെയ്താൽ ഈ ഖുഷിക്ക് കാരണം എന്തെന്ന് അവർ പറയും. ഒരുപാട് ഐഡിയാക്കൾ ഇതുപോലെ ട്രേഡർ വച്ചിട്ടുണ്ട്. ഇല്ല ഞാൻ സീരിയസിൽ ഫ്രഷാக സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരമുണ്ടെങ്കിൽ എൻ്റെ അനിയൻ വിനോദ് ശ്രീനിവാസൻ്റെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾ വന്ന് പിൻ ചെയ്യാം. എനിവേ നമുക്കൊരു വലിയ വിന്നാണ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സ്റ്റോക്കിനെ ഇല്ലാതാക്കും എന്ന് പറയുന്ന സമയത്ത് നമ്മളതിനെ കൺസിഡർ ചെയ്ത് കളയും. ഒന്ന് പെട്ടെന്ന് കയറിയെങ്കിൽ നമുക്കത് കാശായിട്ട് കൊട്ടും. 2 കൊല്ലമായിട്ട് ഇതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകെ വന്നവർക്ക് നോക്കിയെങ്കിൽ 40-50% റിട്ടേൺ ഇരിക്കും. അങ്ങനെ എന്താണ് നടന്നു ഗൂഗിളിൽ? ഗൂഗിൾ വന്നിട്ട് ആപ്പിളിൻ്റെ അടുത്ത് കാശിന് വാങ്ങിക്കൊടുത്തു. ഡീഫോൾട്ടിങ് ഓപ്പറേറ്റിംഗ് അവേഴ്സ് വെബായിട്ട് ചെയ്തു വച്ചിരുന്നു. ഇത് കാരണം നിങ്ങൾ ആപ്പിൾ പേ സഫാരി പോയെങ്കിൽ അത് ഗൂഗിൾ കാണിക്കും. അതുപോലെ വച്ചിരുന്നു. ഇതുപോലെ ഈ ഗൂഗിൾ ക്രോമിനെ വെച്ച് അഡ്വർടൈസിങ്ങിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ആ ആപ്പിൽ ഇല്ലീഗൽ എന്ന് പറയും. ക്രോമ സെപ്പറേറ്റ് ആയിട്ട് ഉടയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. കോമ്പറ്റീഷൻ എല്ലായിടത്തും ഇരിക്കുന്നു. യൂസർ തന്നെ ചൂസ് ചെയ്യുന്നു. ഇതുപോലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് മുമ്പേ വന്ന ഉടനെ ഞങ്ങളെ കളക്ട് വിടരുത് എന്ന് അവർ പറഞ്ഞായിരുന്നു. ജഡ്ജി ഒരു ഇന്ത്യൻ മേത്ത അവർ എല്ലാവരെയും കണ്ടുകൊണ്ട് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ട്രയൽ നടന്നപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നായിരുന്നു. ഇപ്പോൾ AI തന്നെ എല്ലാത്തിനെയും ഡോമിനേറ്റ് ചെയ്യുന്നു. ഇത് കാരണം സെർച്ചിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഇരുന്നാലും ഗൂഗിളിന് സെർച്ച് ഡീറ്റെയിൽസിനെ വന്ന് അവർ റൈവൽസ് വേണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. ആ ഷെയറിങ് അവർ ചെയ്ത് തന്നെ ആവണം. ഇൻസൈറ്റിനെ വന്നിട്ട് അവർ ഓവർസൈറ്റ് കമ്മിറ്റി വെച്ച് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഗൂഗിൾ ഇതിന് അവർക്കൊരു വലിയ സക്സസ് എന്ന് പറഞ്ഞായിരുന്നു. പ്രോസിക്യൂട്ട് ചെയ്ത ആൾക്കാരും ഇത് അവർക്കൊരു വലിയ സക്സസ് എന്ന് പറഞ്ഞായിരുന്നു. അവർ 2 പേരിൽ ആരിന് സക്സസ്സോ എന്തോ, പക്ഷെ നമുക്കിത് വലിയൊരു സക്സസ് ആണ്. ഇത് കാരണം ഒരു 3 കൊല്ലമായിട്ട് നമ്മളിത് കൺസിഡർ ചെയ്ത കാരണം ഒരു സൈഡിൽ 40% ഡോളറിൽ റിട്ടേൺ വന്നാലും രൂപയും നമുക്ക് ജോലി ചെയ്ത കാരണം രൂപയും നമുക്ക് ഒരു 10-15% ഗില്ലിയായി. സോ ഒരു 50% റിട്ടേൺ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡിവിഡൻഡിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആ കമ്പനി ഓട്ടോമാറ്റിക് ആ സ്റ്റോക്കാ വാങ്ങും. ഇതുപോലെ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ വച്ചിരിക്കുന്നു. തിരികെ അതിലൊന്നും കൊണ്ടുവരണ്ട. 3 ദിവസം ഇരുന്ന ഓട്ടോമാറ്റിക് അത് ആ സ്റ്റോക്കിന് തന്നെ വാങ്ങും. ഇത് തന്നെ നമ്മളെ അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് $230 അടുത്ത് പോയി. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ മാഗ്നിഫിക്കൻറ്റ് 7ൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ മാത്രം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നു. ആപ്പിളിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതും നമുക്കൊരു വലിയ വിന്നറിനെ തന്നു. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതും അല്ലാതെ ടൊയോട്ട, ഹോണ്ട, ഇതുപോലെ ജാപ്പനീസ് സ്റ്റോക്കും നിങ്ങൾക്ക് വളരെ നിറയെ സക്സസ് കൊടുത്തിരിക്കും. സോ ഇത് ഇന്നൊരു വലിയ ഡെവലപ്മെൻ്റ് ആണ്. രാവിലെ ന്യൂയോർക്ക് ടൈംസ് തുറന്ന ഉടനെ പെട്ടെന്ന് ഒരു തോന്നിയായിരുന്നു നിങ്ങളുടെ അടുത്ത് ഈ നല്ല കാര്യം പറയണമെന്ന്. നമ്മൾ ബീറിജിൽ പറഞ്ഞതുപോലെ തന്നെ ക്രാഫ്റ്റ്സിനെയും നീഡ്സിനെയും 2ആയിട്ട് പിരിച്ചു. ക്രാഫ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഗ്രോസറി പ്രോഡക്ട്സാ തന്നെ ഇരിക്കും. ഗ്രീൻസ് എന്ന് പറയുന്നത് സോസസ് ആൻഡ് കോസ്മെറ്റിക് സീസ് ഇരിക്കും. അപ്പോൾ ഇത് രണ്ടും 2 കമ്പനിയായിട്ട് പിരിയും. ആ വാല്യൂ എവിടെയും പോയില്ല. കമ്പനിയെ 2 പിരിച്ച് കമ്പനി 2 ഓടിയെങ്കിൽ സോസസ് കമ്പനി ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ബഫറ്റ് താത്തേരെ ഷെയർ വച്ചിരിക്കുന്നു. ബോട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഓണറായിട്ട് ഇറക്കി. 2 സ്പ്ലിറ്റായിരിക്കുന്നു. ഏതാ വച്ചിരിക്കും, ഏതിനെ വിൽക്കും എന്ന് നോക്കാം. അപ്പൂപ്പൻ ഓൾറെഡി പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ ഇട്ട് ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങി, പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് ഒക്കെ വാങ്ങി അവരിട്ട കാശിൻ്റെ മുകളിൽ പല മടങ്ങ് എടുത്തായിരുന്നു. അങ്ങനെ ഇരുന്നും ഇതിൽ കുറച്ച് കാശ് നോക്കും ഈ അപ്പൂപ്പൻ. ഇത് തന്നെ ന്യൂസ്. നമ്മൾ ഈ ക്രാഫ്റ്റിൻസിനെ കൺസിഡർ ചെയ്തു. ഈ സ്പ്ലിറ്റിനെ വിശ്വസിച്ച് തന്നെ കൺസിഡർ ചെയ്തു. ഈ സ്പ്ലിറ്റിൽ വന്ന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. ഇതുപോലത്തെ ഐഡിയകൾക്കൊക്കെ വിനോദിനെ കോൺടാക്ട് ചെയ്യാം. പെട്ടെന്ന്
നമ്മൾ സംസാരിക്കേണ്ട കാര്യം ഒരുപാടുണ്ട്. ഇപ്പോൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്നു. മെഹർത്തി എന്ന് പറയുന്ന ഒരു ലേഡീനെ ടോയ്സ് ബാങ്കിൽ നിന്ന് തൂക്കിയായിരുന്നു. അവർ തന്നെ ഹെഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ആയിരിക്കും. അവർ CA ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ഥലത്തിൽ CA ചെയ്തിട്ടുണ്ട്. CA ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്, കാനഡയിലും ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ആ ഒരു സ്ത്രീ വാല്യുബിൾ അഡീഷൻ ആയിരിക്കും. 27 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഇതന്നെ ഞാൻ പറഞ്ഞതുപോലെ RBI ടൈറ്റൻ ചെയ്ത ഉടനെ ഇതുപോലെ ഇന്നും ഒരുപാട് നല്ല ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു. ട്രംപ് ഒരു 2-3 ദിവസം കൊണ്ട് വെളിയിൽ വരുന്നില്ല. കയ്യിൽ കുറച്ച് ബ്രൂസേഴ്സ് ഇരുന്നു, കാലിലും കുറച്ച് വീക്കമുണ്ട്. അമ്മൻ്റെ ഹെൽത്തിനെ കുറിച്ച് അമേരിക്കയിൽ വലിയ സ്പെക്കുലേഷനാണ്. ഈ സമയത്തിൽ ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ, റഷ്യയും ചൈനയും ചേർന്നത് എനിക്ക് വളരെ വിഷമം എന്ന് പറഞ്ഞായിരുന്നു. യൂട്ടിനെ ഞാൻ വിശ്വസിച്ചായിരുന്നു, പക്ഷെ അവൻ്റെ പുറകിൽ കുത്തി എന്ന് പറഞ്ഞു. നിങ്ങൾ ബീൻ കോയിൻസിനൊക്കെ പാകിസ്ഥാൻ്റെ പുറകിൽ പോയാൽ ഇതന്നെ നടക്കും. കാരണം സി ജിൻപിങ് തന്നെ വിന്നർ. ട്രീന മാരി വണങ്ങി കൊടുത്തത് ട്രംപ് ഭാഷയാണ്. പിന്നെ ട്രംപ് ഭാഗവതർ ചെയ്ത കാരണം ലോകം മുഴുവൻ ടാപ്സിയോ മാറിയായിരുന്നു. ഇന്ന് തിരികെ 88 രൂപയ്ക്ക് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നു റുബൈന്. എന്തെന്ന് വെച്ചാൽ ഡോളറിന് വിറ്റുകൊണ്ടേ ഇരിക്കുന്നു RBI. പെട്ടെന്ന് ഇത് 88 താഴെ പോകും. ബോട്ട് എന്ന ഹെഡ്ഫോൺ മറ്റ് എക്യുപ്മെൻറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനി എല്ലാവരും IPOയിൽ പോയി കാശുണ്ടാക്കുന്നു. നമ്മൾ ഇങ്ങനെ സമ്പാദിക്കണമെന്ന് അത് കാരണം അവർ IPO ഇടാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ IPOയിനും സെബി അപ്രൂവൽ ചെയ്തായിരുന്നു. ഇതിൽ നമ്മൾ ദായകട്ട ഉരുട്ടരുത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലിട്ടിരിക്കുന്ന വാച്ച് എന്ന് പറയുന്നത് വേരിയബിൾസ് എന്ന് പറയും. ഈ വേരിയബിൾസ് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് വെളിയിൽ പോയി. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ക്വിക്ക് റൈസ് ക്വിക്ക് ഫാൾ എന്ന് പറയുന്നു. സോ ഈ ക്വിക്ക് റൈസ് ക്വിക്ക് ഫാൾ പോലെ ഈ ബോട്ടൊക്കെ വളരെ കൺസ്യൂമബിൾ ആണ്. തലവർ പോയി സി ജിൻപിങ്ങിൻ്റെ ഒപ്പം കട്ടിപ്പിടി വൈദ്യം ചെയ്ത കാരണം ഒരുപാട് ചൈനീസ് ബ്രാൻഡ് ചീപ്പായിട്ട് ഇവിടെ വരും. കോമ്പറ്റീഷൻ വളരെ കൂടുതലായിട്ടിരിക്കും ഒട്ടുന്ന എന്നാണ് എൻ്റെ അഭിപ്രായം. അർച്ചന ഭാസ്കർ എന്ന് പറയുന്ന ഒരു വലിയ HR ഹെഡായിരുന്നു, റെഡിയിലാണ്. ടാറ്റ പറഞ്ഞായിരുന്നു നവംബർ 30-ാം തീയതി അകത്ത് അവർ ജോലിനെ വിടും. യൂണിലിവർ എന്ന് പറഞ്ഞ വളരെ വലിയ ഫോറിൻ കമ്പനിയിലൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ റെഡിയിലിരിക്കുന്നു. ഒരു വലിയ ലോസ് എന്ന് ചില ആൾക്കാർ പറയുന്നു. പക്ഷേ ഞാൻ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ ഇതൊക്കെ ഒരു വലിയ ലോസ് ഇല്ല എന്നാണ്. എന്തെന്ന് പറഞ്ഞാൽ ആ മാഡം പോയെങ്കിൽ ഇനി ഒരാളിനെ പിടിക്കും. ഇത് വന്നിട്ട് കോർ ഫങ്ഷനിൽ ഏതോ റിസർച്ച് സയൻറ്റിസ്റ്റ് അല്ല മാർക്കറ്റിംഗ് ഈ മാനുഫാക്ചറിങ്ങിൽ പോയിരുന്നെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കണം. ഇതൊരു കോർ ഫങ്ഷൻ ഇല്ലാത്ത കാരണം നമുക്കിതിലൊരു വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. സൈഡസ് ലൈഫ് സയൻസസിന് ഒരു പുതിയ മരുന്നിൻ്റെ അപ്രൂവൽ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. ആ അപ്രൂവൽ വന്നതിന് ശേഷം അവർ ആ മരുന്നിനെ ഇന്ത്യയിൽ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡസ് ലൈഫ് സയൻസസിന് ഇന്നൊരു പോസിറ്റീവ് ന്യൂസാണ്. 5 കാരണം കിട്ടി. ഇന്നലിരുന്ന് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഫൈനാൻസ് മിനിസ്റ്ററൊക്കെ മീറ്റ് ചെയ്യുന്നു. ഇതിൽ വന്നിട്ട് GSTയുടെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇതിൽ മെയിൻ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഈ 40% ടാക്സ് 40% ആയിരിക്കുമോ, അതിൻ്റെ മുകളിൽ ഇന്നും കുറച്ച് എക്സ്ട്രാ കാശ് ഇടുമോ എന്ന് ആണ് ഒരു വലിയ ഡിഫറൻസ്. എത്രയും റവന്യൂ ലോസ് വരും, ആ റവന്യൂ ലോസ് എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഒക്കെയാണ് ചോദ്യങ്ങൾ. ഫൈനാൻസ് മിനിസ്റ്റർ എന്ത് പറയണമെന്ന് വെച്ചാൽ ആ എക്സ്ട്രാ വരുന്ന ടാക്സിന് വന്നിട്ട് സ്റ്റേറ്റ് വാങ്ങാതെ ഞങ്ങൾക്കേ തരണം. ഇതെന്ന് വെച്ചാൽ സ്റ്റേറ്റിന് വന്നിട്ട് 28% ഓഫ് GST തന്നെ ടോട്ടൽ റവന്യൂ. ബട്ട് നമുക്കത് 50% ആണ്. അപ്പോൾ സ്റ്റേറ്റിന് ഇന്നും ആവശ്യമിരിക്കുന്നു. സെൻട്രലിൽ കുറച്ച് റവന്യൂ സ്റ്റോക്ക് എടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് റവന്യൂ സ്റ്റോക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപാവലി ഗിഫ്റ്റിന് ഇന്ത്യയിലിരിക്കുന്ന ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പാസ് ചെയ്യുമോ, അവരെ പോക്കറ്റിൽ ഇടുമോ എന്ന് ഒട്ടുണ്ട്. ഈ വലിയ ഇന്ത്യക്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ വില ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. 5 രൂപ പാക്ക് 5 രൂപ തന്നെ. അല്ലെങ്കിൽ 1-2 സോപ്പിന് എക്സ്ട്രാ വയ്ക്കാം, 2 ഷാമ്പു എക്സ്ട്രാ വയ്ക്കാം. അങ്ങനെ അറിയാതെ ഷാമ്പു സോപ്പിൻ്റെ വെയിറ്റ് കുറച്ചു. അപ്പോൾ തിരികെ അതിനെ കയറ്റി തരുമേ അല്ലാതെ 5 രൂപയിൽ ഞാൻ 10 പൈസ കുറയ്ക്കുമെന്ന് നിങ്ങൾ എതിർനോക്കണ്ടാമെന്ന് പറഞ്ഞു. ഇനി ഒരു വലിയ കാര്യം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ടേം ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസിന് GST കട്ടാകുമോ ആകത്തില്ല എന്നാണ്. റേറ്റ് നീങ്ങാൻ കുറയ്ക്കുമോ എന്ന് നോക്കുന്നു. ഇന്ന് ഒരുപാട് ഒരു ഡിബേറ്റിലാണ് ഇരിക്കുന്നു. ഒരു കാര്യം മാത്രം തന്നെ തീരുമാനമായിരിക്കുന്നത്, പെട്രോൾ ഡീസലിൽ GST കൊണ്ടുവരത്തില്ല.
ഈ വസൂൽ വേട്ട നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പാക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാണ്ട് തന്നെ അതിനെ ഡെഫിനറ്റായിട്ട് പോയിൻ്റായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നിട്ട് വസൂൽ വേട്ട കണ്ടിന്യൂസ്. ഇതിൽ നിങ്ങൾക്ക് വേറൊരു ഒപ്പീനിയനും വേണ്ട. TCSൽ വന്നിട്ട് സാലറിയെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് തന്നെ അവർ കൂട്ടിയിരിക്കുന്നു. 4ൽ ഇതിൻ്റെ 7% കൂട്ടിയിട്ടുണ്ട്. മിറ്റോമയ്ക്ക് CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ എടുക്കാമെന്ന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം CCI വന്നിട്ട് പെർമിഷൻ ഗ്രേഡ് ആയെങ്കിൽ പ്രോസസ് സ്മൂത്ത് ആകും. ഭാരതി എയർടെൽ വന്നിട്ട് ഇൻഡസ് ടവർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ മുഴുകിയായിരുന്നു. അത് ബേസിക്കലി വോഡഫോണിൻ്റെ ഒപ്പമൊക്കെ ജോയിൻറ്റ് വെഞ്ചറിൽ ഇരുന്നായിരുന്നു. ജോയിൻറ്റ് വെഞ്ചറിൽ അത്രയും ദൂരം ലാഭം വോഡഫോണിൻ്റെ ഒപ്പം കിട്ടാത്ത കാരണം അത് ഇൻഡസ് വാങ്ങിയായിരുന്നു. ഇൻഡസ് ടവറിനെ ഇപ്പം ആഫ്രിക്കയിൽ ഇറങ്ങി അവിടെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ ഇവർക്ക് നല്ല ബിസിനസ് ഉണ്ട്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ് ഫുള്ളായിട്ട് ഇവർ സെർവ് ചെയ്യുന്നു. ഷെയറിംഗ് ബേസിസിന് കുറച്ച് ടവർ ഇട്ട് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡസ് ടവേഴ്സിന് അവിടെ ഇറക്കുന്നു. മോസ്റ്റ് ലൈക്ലി അവരെ ഭാരതിയുടെ ടവേഴ്സ് അവർക്ക് കൊടുത്തിട്ട് അവർ ലീസ് ബാക്ക് ചെയ്യും. ഭാരതി എയർടെൽ വന്നിട്ട് ഇതിനെ ക്ലിയറായി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ശേഷം വന്ന JSW സിമെൻറ്റ്. ഈ JSW ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിൽ കൺസിഡർ ചെയ്യണ്ടാമെന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതിന് കടൻ ഒരുപാട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ JSW സിമെൻറ്റ്സിലും ഈ പ്രാവശ്യം ലോസാണ്. ഇത് വന്നിട്ട് ഇരിക്കുന്ന ബിസിനസ്സിനെ ശ്രദ്ധിക്കാതെ തനിയായിട്ട് ബിസിനസ്സിൻ്റെ മുകളിൽ ബിസിനസ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ആ കാർ ചെയ്യാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ 4 ആൾക്കാർ കൂടെ ചേർന്ന് ജോയിൻറ്റ് വെഞ്ചറിൽ ബാറ്ററി ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. ഇവിടെ മുതലിനെ കാശില്ല. അതുമില്ലാതെ ഇപ്പം വേറെ കാര്യങ്ങളും നോക്കി അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടേ പോയെങ്കിൽ ഇതിനും കാശിരിക്കത്തില്ല. ഇത് കാരണം തന്നെ ഈ ഗ്രൂപ്പിനെ ഞാൻ അവോയ്ഡ് ചെയ്തത്. JSW എന്ന് പറയുന്നത് കടൻ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റ ഒരു സ്റ്റോക്കാണ്. ഇതാണ് ന്യൂസ്. ഈ ന്യൂസിൽ ഇന്ന് ഏതൊക്കെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് നോക്കാം. കാസ്റ്റ് കൺസിഡർ ചെയ്യാം. IPCനെ റെഗുലറായിട്ട് കൺസിഡർ ചെയ്യാം. IPCനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കും. ഇടയ്ക്ക് 399 വരയ്ക്കും പോയായിരുന്നു. കുറച്ച് കയറിയിരിക്കുന്നു. ഇതിനെ കൺസിഡർ ചെയ്യാൻ ഇതൊരു നല്ല സമയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.